Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. I hope all of you are doing well. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹിമ ഇറങ്ങുന്ന മന്തിലേക്ക് നിങ്ങൾ കയറാൻ പോകും. You are about to step into a month where the glory of God is going to be revealed in your life. Signs and wonders are following in the demonstration of the Spirit and of power. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും പ്രകടനത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെട്ടു വരികയാണ്. ആമേൻ. ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ മേൽ അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങി. Upon those who believed in Christ, wonders and miracles started happening. ഇന്നും വിടുതൽ നടക്കുന്നത് വിടുതൽ പ്രാപിപ്പാൻ വിശ്വാസമുള്ളവരുടെ മേലാണ് നടക്കുന്നത്. Miracles happen in the lives of those who have faith in the Lord. ഈ പുതിയ മാസം ഡിസംബർ മാസം നിങ്ങളുടെ മുൻപിൽ സയൻസ് ആൻഡ് വണ്ടേഴ്സ് നടക്കാൻ പോകും. In this month of December, signs and wonders are going to take place in your life. അപ്പോസ്തല പ്രവൃത്തി 14:8-9 പഠിക്കുമ്പോൾ, As we study the book of Acts chapter 14 verses 8 and 9, പൗലോസ് ലുസ്ത്രയിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ Paul was preaching the gospel in a place called Lystra. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. A certain man without strength in his feet was sitting. A cripple from his mother's womb who had never walked was there. അവൻ ഒരിക്കലും നടന്നിട്ടില്ല. He had never walked. അവന്റെ കാലിന് ശക്തിയില്ല. There was no strength in his feet. എന്നാൽ പൗലോസ് പ്രസംഗിക്കുമ്പോൾ, But as Paul was preaching, അവനെ ഉറ്റുനോക്കി. he stared at him. ആമേൻ. പൗലോസ് ചോദിക്കുകയാണ്, And Paul asked him, സൗഖ്യം പ്രാപിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? Oh, are you willing to be healed? ആമേൻ. ആ ചോദ്യത്തിന്റെ മുൻപിൽ, In front of that question, ആ വിശ്വാസം അവനിൽ ക്രിയേറ്റ് ചെയ്തു. that faith was created in him. എഴുന്നേറ്റ് നടക്ക, Stand up straight on your feet and walk. എന്ന് അവൻ ഉറക്ക സൗണ്ടിൽ സംസാരിച്ചു. And Paul commanded him with a loud voice. ഞാൻ വിശ്വസിക്കുന്നു ആത്മശക്തി വന്നപ്പോൾ ആത്മശക്തിയിൽ പൗലോസ് പവർഫുള്ളായി പറയാണ്, എഴുന്നേറ്റ് നടക്ക. I believe when the power of the Spirit of God came upon Paul, with the power of God upon him, he declared and commanded to the man, rise up and walk. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പുതിയ മന്ത് നിങ്ങളുടെ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യാൻ പോകും. So in this new month, December, God is going to give you a new identity. പൗലോസിന്റെ ജേർണിയിൽ എന്നും പുതിയ പുതിയ ശുശ്രൂഷകൾ ചെയ്തിരുന്നു. In Paul's journey, every day it was a new ministry, a new miracle. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത സയൻസ് ആൻഡ് വണ്ടേഴ്സ് ആമേൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകും. God is going to do signs and wonders which you have never yet seen in your Christian life. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കും. രണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ അത് സംഭവിക്കും. Firstly, it will happen in your life. Secondly, to whomever you pray for, even in their lives, these miracles will take place. ഈ ഡിസംബർ മന്ത്, This month of December, എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റിന്റെ മന്താണ്. the Lord is telling me this month of December will be the month of a turning point in your life. ഇതുവരെ എൻട്രി ചെയ്യാത്ത ചില മേഖലകളിൽ എൻട്രി ചെയ്യാൻ പോകും. You are going to enter into some realms, some places which you never yet entered into. അടുത്ത 6 മാസം കഴിയുമ്പോൾ, After the next 6 months, നിങ്ങൾ പുതിയ ഒന്നിലേക്ക് കടക്കാൻ പോകും. you are going to step into something new. പുതിയൊരു തലം വെളിപ്പെടാൻ പോകും. A new realm is going to be opened before you. പുതിയ ഓഫീസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. You are going to receive new offices. ഇതുവരെ ലഭിക്കാത്ത ഓഫീസ്, The office that you not yet received. ഇതുവരെ ലഭിക്കാത്ത വെഹിക്കിൾ, The vehicle you have not yet received. ഇതുവരെ ലഭിക്കാത്ത നമ്പർ പ്ലേറ്റ്, Oh, the number plate which you have never yet received. ലഭിക്കാൻ പോകുകയാണ്. You are going to receive it all നിങ്ങളുടെ ജീവിതത്തിൽ in your life. വളരെ കരഞ്ഞു പ്രാർത്ഥിക്കുക. Oh, cry and pray. പരിശുദ്ധാത്മാവിൽ മൂവ് ചെയ്യുക. Move in the Holy Spirit. നിങ്ങളുടെ കയ്യിൽ ഒരു പൊസിഷൻ വരാൻ പോകുന്നു. Oh, God is going to give you a ഈ position. പൊസിഷൻ ആർക്കും എടുത്തു കളയാൻ പറ്റുകയില്ല. Oh, the position that the Lord gives, no one can take away. നിങ്ങൾ വിശ്വസിക്കുക.
വിശ്വസിക്കൂ. You need to believe it. നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ പോകും. And you will see the miracles of God. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I am going to pray for you. നിങ്ങളുടെ മിനിസ്ട്രിയിൽ മുടന്തർ നടക്കുന്നു. Oh, in your ministry, the crippled will start to walk. ശക്തിയില്ലാത്തവർക്ക് ശക്തി ലഭിക്കും. Those who are weak will be strengthened in your ministry. ആമേൻ. നിങ്ങളുടെ ഫാമിലിയിൽ വലിയ ബ്രേക്ക് ത്രൂ സംഭവിക്കും. Great breakthroughs are about to take place in your family. യേശുവിന്റെ നാമത്തിൽ In the name of Jesus, ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. I bless these people and pray for them. ഇപ്പോൾ അവരിലേക്ക് Right now into their lives, ഈ ആത്മ പകർച്ച സംഭവിക്കട്ടെ. may the pouring of the Spirit take place. ശക്തിയിൽ അവർ മുന്നേറട്ടെ. Let them walk ahead, move ahead with the power of the Spirit. എല്ലാ വഴികളും തുറക്കട്ടെ. Let every door that are shut be opened. അങ്ങ് അത്ഭുതം ചെയ്യണമേ. Lord, do a miracle. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. ആമേൻ. Amen. God bless you. Love you. ഈ ഡിസംബർ സയൻസ് ആൻഡ് വണ്ടേഴ്സ് നടക്കുന്ന മന്താണ്. നിങ്ങളത് റിസീവ് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. God bless you. God bless you. I love you. This month of December is a month of signs and wonders. Please do not forget what was told. I love you.